ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹീം ടൈപ്പ് പ്രോട്ടീൻസ് ആണ്. അത് ഗ്ലോബിൻ എന്ന പ്രോട്ടീൻ, അതായത് പ്രോട്ടീനായിട്ട് അതിനകത്തൊരു ഹീം പാർട്ട് വന്നിരിക്കുന്നതാണ് നമ്മൾ ഹീം പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. സൈറ്റോക്രോം എന്ന് പറയുന്നത് പിഗ്മെൻ്റാണ്, സെൽ പിഗ്മെൻ്റാണ്. അതൊരു പ്രോട്ടീനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷേ പ്രോട്ടീൻ പാർട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ആ കോർഡിനേഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തത്. സെൽ പിഗ്മെൻറ്റ്സ് ആണ് സൈറ്റോക്രോം. ഹീം പ്രോട്ടീനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഹീമോഗ്ലോബിനും മയോഗ്ലോബിനുമാണ്. അങ്ങനെയാണെങ്കിൽ അയൺ ഉണ്ട്, പക്ഷേ ഹീമായിട്ടല്ല, ഹീം ഗ്രൂപ്പായിട്ടല്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയും നോൺ ഹീം അയൺ പ്രോട്ടീൻസ്, നോൺ ഹീം അയൺ പ്രോട്ടീൻസ്. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോട്ടീൻസ് മിക്കവാറും ലോവർ ഫോംസ് ഓഫ് ലൈഫിലായിരിക്കും കാണുന്നത്. അതായത് ലോവർ പ്ലാന്റ്സ് അതുപോലെ തന്നെ ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസംസ് ഇവർക്കൊക്കെ അവരുടെ ലൈഫ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന അയൺ കോമ്പൗണ്ട്സാണ്. അപ്പോൾ ഇത് പോർഫൈറിൻ ടൈപ്പൊന്നുമല്ല, നോൺ ഹീം, അതായത് ഹീം ഗ്രൂപ്പ് അവിടെ ഇല്ല, അതുകൊണ്ട് പോർഫൈറിൻ ഇല്ല. സിമ്പിളായിട്ട് അയണാണ്. ആ അയണിന് ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ്. അപ്പോൾ അത് രണ്ട് ടൈപ്പാണ് ഈ നോൺ ഹീം അയൺ പ്രോട്ടീൻസ് ഉള്ളത്. ഒന്ന് റൂബ്രിഡോക്സിൻ, മറ്റൊന്ന് ഫെറിഡോക്സിൻ. റൂബ്രിഡോക്സിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ അയണും അത് ഓൾമോസ്റ്റ് ടെട്രാഹെഡ്രലായിട്ട് അറേഞ്ച് ചെയ്തിട്ട് 4 സൾഫറുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാകും. ആക്ച്വലി ഈ സൾഫർ എന്ന് പറയുന്നത് അമിനോ ആസിഡ് സിസ്റ്റീൻ്റെ പാർട്ടായിട്ടാണ് വരിക, സിസ്റ്റീൻ. അപ്പോൾ സ്മോളർ മോളിക്യൂൾസാണ് ഇത്, അല്ലെ അത്ര ഹെവി ആയിട്ടുള്ള മോളിക്യൂൾസ് ഒന്നുമല്ല. നമുക്ക് ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെക്കാനിസം മാത്രം നടന്നാൽ മതി, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ്. കുറച്ചുകൂടെ ഹയർ പ്ലാന്റ്സിലാണെങ്കിൽ നമുക്ക് ഫെറിഡോക്സിൻസ് ആണ്. അവിടെ എന്ന് പറയുന്നത് Fe2S2, പിന്നെ നമ്മൾ സിസ്സിൻ്റെ സിസ്റ്റീൻ അമിനോ ആസിഡിൻ്റെ 4 മോളിക്യൂൾസ് വരുന്ന ഒരു സ്ട്രക്ചറും, അതുപോലെ തന്നെ മറ്റൊന്ന് Fe4S4 സിസ് 4 ടൈംസ്, അതായത് അയൺ 4, സൾഫർ 4, അമിനോ ആസിഡ് സിസ്റ്റീനും 4. ഇവിടെയാണെങ്കിൽ 2 സൾഫറും